അഞ്ചരക്കണ്ടിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. തീരുമാനം നിതിൻ രാജിന്റെ പിതാവിന്റെ പരാതിയിൽ. നിലവിലെ അന്വേഷണം ഫലപ്രദമല്ല എന്ന് നിതിൻ രാജിന്റെ പിതാവ്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. റോഷിപാൽ വിവരങ്ങളുമായി തുടരുകയാണ്. റോഷിപാൽ, ഇന്നും റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോൾ നിതിൻ രാജിന്റെ സഹോദരി പറയുന്നത് മറ്റ് അധ്യാപകർ കൂടി പങ്കുണ്ട് എന്നുള്ളതാണ്. അന്വേഷണം ആദ്യഘട്ടം മുതൽ ശരിയായ ദിശയിലല്ല എന്ന കുടുംബത്തിന്റെ പരാതി പരിഗണിച്ചാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം. മധു, കുടുംബം നേരത്തെ തന്നെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർത്തിയതാണ്, പരാതി ഉന്നയിച്ചതാണ്. പക്ഷേ 80 ദിവസമായിട്ടും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത അന്വേഷണത്തിൽ പിതാവിന്റെ മൊഴി, സഹോദരിയുടെ മൊഴിയിൽ പറഞ്ഞ ഇത്രയും സുപ്രധാനമായ കാര്യങ്ങൾ പരിശോധിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. അങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഇന്ന് നേരിട്ട് കണ്ടത്. ഈ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. തൊട്ടു പിന്നാലെ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആഭ്യന്തരമന്ത്രി തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അതും പുതിയ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കും. പിതാവും കുടുംബവും ഉന്നയിച്ച ആക്ഷേപങ്ങൾ പൂർണ്ണമായും ഗൗരവത്തോടെ പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് മേധാവിക്ക് നൽകിയത്. കാരണം അതീവ ഗൗരവമായ ഒരു സംഭവം, ആ സംഭവത്തിൽ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ എന്തുകൊണ്ട് അന്വേഷണ സംഘം പരിശോധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിരന്തരമായി ഈ പിതാവടക്കം നിതിൻ രാജിന്റെ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു കൂടുതൽ പേർക്ക് ഈ നിതിൻ രാജിന്റെ മരണത്തിൽ പങ്കാളിത്തമുണ്ടെന്ന്. ആ പങ്കാളിത്തമുണ്ടെന്ന ആക്ഷേപം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ആ ഗൗരവമുള്ള ചില തെളിവുകളടക്കം കൈമാറിയിട്ടും അതൊന്നും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 80 ദിവസമായി അന്വേഷണ സംഘം ചുമതല ഏറ്റെടുത്തിട്ട് 80 ദിവസവും അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന പരാതി കൂടിയാണ് നിതിൻ രാജിന്റെ പിതാവ് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ധരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും ആ അന്വേഷണ സംഘത്തിന്റെ മേധാവിയായി അജിത ബീഗത്തെ നിയോഗിക്കാനുള്ള തീരുമാനവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്തത്. ഏതാണ്ട് വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങും. വളരെ പെട്ടെന്ന് അന്വേഷണ ചുമതല ഏറ്റെടുത്ത അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക്. കാരണം അതീവ ഗൗരവമുള്ള വിഷയം, ഇത്രയും കാലമായി നിതിൻ രാജിന്റെ മരണം നടന്നിട്ടും അതിലെ പ്രധാനപ്പെട്ട പ്രതിയെ പിടിക്കാൻ പോലും പോലീസ് വൈകി. പോലീസ് ആദ്യം മുതൽ തന്നെ കേസിൽ ഗൗരവത്തോടെ അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപമായിരുന്നു നിതിൻ രാജിന്റെ പിതാവടക്കം മാതാവടക്കം ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചത്. ആ പരാതി ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം ഗൗരവമുള്ളതാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ തന്നെയാണ് നിതിൻ രാജിന്റെ മരണത്തിൽ ഒരു തുടരന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തത്. ആ തുടരന്വേഷണത്തിന്റെ ചുമതല പുതിയ സംഘത്തിനായിരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സംഘത്തെ ക്രൈംബ്രാഞ്ച് IG തന്നെ നയിക്കുന്നു എന്നതും ഗൗരവമുള്ളതാണ്. മധു, ഏകപ്രതിയാണ് ഡോക്ടർ MK റാം. കുടുംബം ആദ്യം മുതൽ പറയുന്നത് അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ്, അതുമാത്രം പോരാ എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് കൂടുതൽ ആളുകൾക്കെതിരെ പരാതിയുണ്ട്, അതടക്കം അന്വേഷണ വിധേയമാക്കണം എന്ന ആവശ്യമാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതങ്ങനെയാണ്. കാരണം ആദ്യം മുതൽക്ക് തന്നെ ഇതിൽ റാം മാത്രമല്ല പ്രതി എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്.